ചിലപ്പോൾ നമ്മൾ പൊതുവെ കാണാറുണ്ട് ആളുകൾ പലതരത്തിലുള്ള നമ്മൾ ടി വിയിലായാലും അല്ലെങ്കിൽ പത്രങ്ങളുടെ ഉള്ളിലെ കോളങ്ങളിലൊക്കെ ആയിട്ട് കാണാറുണ്ട് ഈ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന തകിടുകൾ അല്ലെങ്കിൽ അതിനായിട്ടുള്ള പൂജകൾ ചെയ്യുന്ന യന്ത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളും അത് വിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ട് കുറെ പേരെ കാണാറുണ്ട്. ഇവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവരെ എന്താ പറയുക, ഇതുപോലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവരെ എന്താ പറയുക വളർത്താൻ കൂടുതൽ എന്താ പറയുക പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇതുപോലത്തെ ആളുകളും അവർക്കുള്ള ഒരു ഓഡിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കില്ല ഇതിനൊരു അന്ത്യമില്ലാതെ അതിങ്ങനെ തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടു. ഒരു വ്യവസായിയായ ഒരാളെ കൊന്നുകളഞ്ഞു. അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദികളുടെ കൂട്ടമാണെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. ജിന്നുമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ അനുയായികൾ, ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഉനൈസ്, ഇവരെല്ലാരും കൂടി ചേർന്നാണ് ആ വ്യവസായിയെ കൊന്നുകളഞ്ഞത്. എന്നിട്ട് 500 പവനിലധികം സ്വർണമാണ് അദ്ദേഹത്തിൽ നിന്നും തട്ടിയെടുത്തത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ പൊതുവെ മലയാളികളെ വിശേഷിപ്പിക്കുന്നത് സാക്ഷരത ഉള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ, പ്രബുദ്ധരായ മലയാളികൾ എന്നൊക്കെയാണ്. പക്ഷെ ഇവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളുടെ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെയും ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നതാണ്. സ്പെഷ്യലി ഇതിൽ പൈസയുള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിൽ 4 പേർ അറിയുന്നവർ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാവങ്ങളെ തട്ടിപ്പിന് ഇരയാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മുൻപും പിൻപും ഒന്നും നോക്കാനില്ല. അവർ അതിനെതിരെ രംഗത്ത് വരും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇത്തരത്തിൽ അവർ അത് പുറത്തു പറയാൻ തയ്യാറാണ്. അവർക്ക് അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യും. പക്ഷെ സമ്പന്നരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ 4 പേർ അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽ താങ്കൾ പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും. അതല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇത്ര പൈസ ഉണ്ടായിട്ട് വീണ്ടും പൈസക്ക് പിന്നാലെ നടക്കുന്നവരാണെന്ന് വിചാരിക്കും. അവര് തന്നെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫെയിം ഉണ്ട് അവരുടെ, അത് ഇല്ലാതെയാകും. അപ്പൊ ആ പേടിയിൽ ഇവരാരും ഇത് പുറത്തു പറയില്ല എന്നുള്ള ഒരു വലിയ ധൈര്യം ഈ ജിന്നുമയെ പോലെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേർക്കുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ ജിന്നുമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു തകിടിന്റെ മുകളിൽ അറബിയിൽ എഴുതിയ ഒരു മന്ത്രം എഴുതിയിട്ടുള്ള അത് കൊടുക്കുന്നതിന് 55,000 രൂപയിലധികം പൈസയാണ് അവർ വാങ്ങുന്നത്. മനസ്സിലാക്കണം, ഒരു തകിടിന്റെ മുകളിൽ സ്വർണത്തിൽ ആണെന്നാണ് പറയുന്നത്. ഈ പൈസയിലുപരി ഇവർ വീണ്ടും സ്വർണം തട്ടിയെടുക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. ഓരോ ചടങ്ങുകളാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജിന്നുമ്മ ഉറഞ്ഞു തുള്ളിക്കഴിഞ്ഞാൽ കർണാടകക്കാരിയായ മലയാളം അറിയാവുന്ന ഒരു സ്ത്രീയായി മാറുന്നു എന്നൊക്കെയാണ്. പാത്തുട്ടി, അതെ, ഈ പാത്തുട്ടിയായി മാറുന്നു. പാത്തുട്ടിയുടെ കൽപ്പനകളാണ് ഇവരുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഇവരൊക്കെ ഇത്രത്തോളം മണ്ടന്മാരാണോ ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു പോയിന്റ് നമ്മളവിടെ കവർ ചെയ്ത് പോകേണ്ടത് അവരത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അത് അത്രത്തോളം വിശ്വസനീയമായ രീതിയിൽ തന്നെയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ഹീലേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് എടുക്കാറുണ്ട്. പക്ഷെ അതിനൊരു മിനിമം ജെന്യൂനിറ്റി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പൈസ മുടക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഈ ആൾക്കാർ ഇതിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? ആളുകൾ ഇപ്പോഴും ഈ മന്ത്രവാദവും അല്ലെങ്കിൽ കൂടോത്രവും ഒക്കെ നിലനിൽക്കുന്നത് ആളുകളുടെ ഉള്ളിൽ ഏതോ ഒരു പോയിന്റിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ബിലീഫ് ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. ആ ബിലീഫിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, വിശ്വാസങ്ങൾ ഇരുന്നോട്ടെ, പക്ഷെ അതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയാണ് ഇതിനൊക്കെ ഒരു സയന്റിഫിക് വശങ്ങളുള്ളത്? അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ. അൾട്ടിമേറ്റ്ലി എല്ലാതും ഒരു മനസ്സിന്റെ കാര്യമാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമ്മുടെ മനസ്സിലാണ് മെയിൻ പോയിന്റ്. നമ്മുടെ നല്ലതിനുള്ളതായാലും ചീത്തതിനുള്ളതും പോയിന്റ്, എൻ്റെ ഒറിജിൻ കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുമായിരിക്കും ഈ അമ്പലത്തിൽ പോയി എൻ്റെ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം ഞാൻ അമ്പലത്തിൽ പോയല്ലോ. ചിലപ്പോൾ ആ ഒരു മെന്റാലിറ്റി കൊണ്ട് അവർ ചില പ്രശ്നങ്ങൾ മാറിപ്പോയേക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആ ദൈവത്തിന്റെ കൃപയോ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചതൊന്നും ആവണമെന്നില്ല, അവരുടെ മനസ്സ് മാറിയത് കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകൾ, ഇപ്പൊ ഈ ജിന്നുമ്മ എന്ന് നമ്മൾ പറഞ്ഞ ആ ഉൾപ്പെടെ ആ ആളടക്കം ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവര് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ പറ്റി കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ ഏത് പോയിന്റിലിട്ട് കുത്തിയാൽ അത് വർക്ക് ചെയ്യും എന്നറിയുന്ന ഒരാള്, എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കുക, അതേപോലെയൊക്കെയാണ് ഇത്. അതായത് അവർക്കറിയാം ഇയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അയാൾക്ക് എന്താ വേണ്ടതെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. അപ്പൊ അത് അവർക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഗുണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അവര് അതിന് വേണ്ടുന്ന എന്താ പറയാ നടപടികൾ എടുക്കും. സ്വാഭാവികമായും എന്താ പറയാ ഇവർക്ക് ഫെയിം അല്ല ഇവർക്ക് അഭിവൃദ്ധി കിട്ടും അല്ലെങ്കിൽ ഇവർക്ക് പൈസ കിട്ടും. മറ്റേ ആള് ഇനി ഇതിലൊരു പരാതി പറഞ്ഞ് മുന്നോട്ട് വരില്ല എന്നുള്ളതും ഇവർക്ക് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി നോക്കുകയാണെങ്കിൽ ഈ ജിന്നുമയുടെ സംഘം ചെയ്യുന്നത് എന്താണ്? ജിന്നുമയുടെ സംഘത്തിൽ ഒരു എനിക്ക് 4-5 അതിലധികമോ ആൾക്കാരുണ്ട്. ഇതിൽ ആദ്യം 2 പേര് പോയി അന്വേഷിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ആരെ ഇത്തവണ കൊടുക്കും, കുറച്ച് പൈസയുള്ള സ്കെച്ച് ചെയ്യാണ്, സമൂഹത്തിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരാളെ തപ്പിയെടുക്കുക.
തപ്പിയെടുക്കുകയാണ്. അങ്ങനെ ഒരാളെ തപ്പിയെടുത്തതിന് ശേഷം ഇവരിൽ നിന്ന് തന്നെ 2-3 പേര് അവിടെ ഇൻഡയറക്ട്ലി പോയി. എന്നിട്ട് ഇവർ തന്നെ ഇയാളെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്, എന്താണ് ടെസ്റ്റിമോണി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ജിന്നുമയുടെ അടുത്ത് പോയപ്പോഴാണ് പരിഹാരം ഉണ്ടായത്. അതൊന്നുകൂടി ഇവരുടെ ബിസിനസ്സിനെ അതെ, ഇതൊക്കെ ഒരു വെൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇവർ ഇത്രത്തോളം അവരെ പുകഴ്ത്തി പറയുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം എന്താ പറയാ ഫലം ഉണ്ടാകും ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുകയാണ്. അവിടേക്കാണ് ജിന്നുമ കടന്നു വരുന്നത്. ജിന്നുമ എന്ന് പറയുന്നത് നമ്മൾ 2-3 ആർട്ടിക്കിളിൽ വായിച്ച ഒരു ഭയങ്കര സൗമ്യമായി സംസാരിക്കുന്ന, വളരെ എന്താ പറയാ ആൾക്കാരെ വീഴ്ത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ജിന്നുമ. അതിലൊരു സ്പെഷ്യൽ ടാലന്റ് അവർക്കുണ്ട്. അപ്പൊ അവര് സംസാരത്തിലൂടെ കൂടി വീഴ്ത്തുകയാണ്. പിന്നീട് അതിന് കൃത്യമായ രീതിയിൽ അതിന് മന്ത്രവാദം, അർദ്ധരാത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അർദ്ധരാത്രിയിലാണ് ഇവരുടെ കൂടുതൽ ചടങ്ങുകൾ നടക്കുന്നത്, മറ്റാരെയും അറിയിക്കാതെ നടത്തുന്നു. അപ്പോൾ എല്ലാവരും അവരതിനൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ മണ്ടന്മാരായി പോകുന്നത് ഇത് നിന്നു കൊടുക്കുന്നവരാണ്. നമുക്ക് വയ്യാണ്ടായ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ, നമുക്കൊരു സർജറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nd ഒപ്പീനിയനും 3rd ഒപ്പീനിയനും 4th ഒപ്പീനിയനും എടുക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആരും അതിന് മുതിരാറില്ല. തോന്നുന്ന പോലെ ചെയ്യും. എന്താ പറയാ, ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയിൽ, ദിലീപിന്റെ ഒരു സിനിമയിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇവിടെ ഒരു കറുത്ത കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കറുത്ത ബാഡ്ജ് വെച്ചിട്ട് പോകണം എന്ന് ഒരാളോട് പറയാണ്. അപ്പൊ അയാൾ ചോദിക്കും എന്തിനാണ് ഈ കറുത്ത ബാഡ്ജ് കുത്തിയെന്ന്. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരനെ മരിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കണം, അപ്പൊ നിനക്ക് ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുമായി ദിലീപിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പക്ഷെ ഏതൊരു മനുഷ്യൻ അവിടെ പോയാലും എന്തിനാ കറുത്ത ബാഡ്ജ് കുത്തിയെന്ന് ആരായാലും ചോദിച്ചു പോകും. സോ അതൊരു ലക്ക് ട്രൈ ചെയ്യുന്നതാണ്. അയാൾക്ക് ഇന്റർവ്യൂ കിട്ടി, അപ്പോൾ അതെന്താ ദിലീപിന്റെ ക്രെഡിറ്റ് ആയി മാറും. പക്ഷെ ശരിക്കും പറഞ്ഞത് ദിലീപിന്റെ ക്രെഡിറ്റ് ഒന്നുമല്ല, ജനറലി അയാൾ ക്രാക്ക് ചെയ്തതാണ്. പക്ഷെ അതവിടെ എന്താ പറയാ, അവിടെ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ദിലീപുകാരനാണ് അത് നടന്നതെന്നുള്ള അതേ സാധനം തന്നെയാണ് ഇവരിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർ ഈ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ നല്ലതിന് അയാൾക്ക് ചിലപ്പോൾ നല്ലത് സംഭവിച്ചിരിക്കാം. അപ്പൊ അത് ഇയാൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഇവര് കാരണം ഉണ്ടായതാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കലാണ് ഈ ദുർമന്ത്രവാദികൾ അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നവരൊക്കെ പൊതുവെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എത്രത്തോളം സയന്റിഫിക്കാലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരവില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അത് ചിലർക്ക് വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ നടക്കുമായിരിക്കാം, ചിലർ അതിനെ വിശ്വസിച്ചില്ലെങ്കിൽ നടക്കുമായിരിക്കും. പക്ഷെ അത് എന്താ പറയാ, ഡിപ്പെൻസ് ഓൺ അസ്, നമ്മൾ അതിനെ എങ്ങനെ ടേക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവർ പണക്കാരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ പണക്കാർക്ക് ഓൾറെഡി പൈസയുണ്ട്, പ്രശ്നങ്ങളില്ലാത്തവരല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ എത്ര കോടീശ്വരനായാലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്, എന്താണ് ഇതിൽ കൂടുതൽ അന്വേഷിക്കാനുള്ള അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കും. സോ ഇതിനെക്കുറിച്ച് ഈ ജിന്നുമ എന്ന് പറയുന്ന ഒരു ഹണി ട്രാപ്പിലെ പ്രതിയാണ്. എത്രയോ ദിവസങ്ങളിൽ ജയിലിൽ കടന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു ബേസിക് ആയിട്ട് ഇവരെ കുറിച്ച് അന്വേഷിച്ചാൽ കിട്ടാവുന്ന ഡീറ്റെയിൽസ് ആണ് ഇത്. പക്ഷെ ഇതിനൊന്നും മുതിരാതെ ഇത്രയും പൈസ എന്ത് ധൈര്യത്തിലാണ് അയാൾ എടുത്തു കൊടുക്കുന്നത്? ഒന്നാമത് എന്താ പറയാ, പൊതുവെ സ്ത്രീകൾ ഇതിന് ഈ രംഗത്ത് കുറവാണ്. എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. അപ്പൊ സ്ത്രീകൾ വരുമ്പോൾ ആളുകൾ, അതൊക്കെ ഓരോരോ ഹ്യൂമൻ സൈക്കോളജിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്ത്രീകൾ വരുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് അതിൽ ബിലീഫ് വരികയാണ്. അപ്പം ഇവര് വരുന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ വിശ്വാസം ഉണ്ട്, അപ്പൊ അവർക്ക് എന്തോ ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മൾ ഈ സ്ത്രീകളായിട്ടുള്ള ദേവികൾക്കൊക്കെ ഭയങ്കര പവർ ഉണ്ട് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ മതത്തിലായാലും ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അവർക്ക് ഇപ്പൊ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായ മാർക്കറ്റിംഗ് ടെക്നോളജീസ് ഉണ്ട് അവരുടെ കയ്യിൽ. സൗമ്യമായി സംസാരിക്കുക, ആളുകളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈക്കുള്ളിലാക്കാൻ പറ്റും എന്ന് കൃത്യമായുള്ള ബോധ്യം, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അവര് ഈ ഉറഞ്ഞു തുള്ളും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അവരുടെ പെർഫോമൻസിൽ ആളുകളെ വീഴ്ത്താൻ അവർക്ക് പറ്റുന്നുണ്ടായിരിക്കാം. അവരുടെ മികവായിരിക്കാം അത്. അതെ, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും മണ്ടനും കൂടി ആയിരിക്കണം ആ മികവ് തിരിച്ചറിയാതെ പോകുന്നതിലുപരി ആളുകൾ വീക്കാവുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീസൺ കാരണം അവർ വീക്കാവുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ക് ഇൻ ദ സെൻസ് എന്താ പറയാ, ഇപ്പൊ ഒരു സമ്പന്നനെ തന്നെ ഇരിക്കട്ടെ, വീക്ക് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ പറയാ, അയാൾ ഇമോഷണലി വീക്കാണ്, ഫിസിക്കലി വീക്കാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയാൾക്ക് തോന്നുകയാണ്, അയാൾക്ക് നമ്മൾ ഏതവസരത്തിലാണ് നമ്മുടെ ഇനിയും വർദ്ധിക്കണം, പൈസ വർദ്ധിക്കണം എന്നൊക്കെ ചിന്തിക്കുക. നമ്മൾ എന്താ പറയാ, ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളതിനെ ഇരട്ടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അത്യാഗ്രഹമാണ്. അത് നമ്മുടെ ഒരു എന്താ പറയാ ബുദ്ധിയിൽ വരുന്ന വീക്ക്നെസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു വീക്ക് പോയിന്റിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ അന്വേഷിച്ചു പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ നമുക്കോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഗതി കെട്ടിട്ട് എന്തെങ്കിലും ഒരു വഴി അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനത്തെ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പെട്ടുപോയവരുടെ ചരിത്രമുണ്ട്.
അപ്പം അതൊക്കെയാണ് ഇവർ മുതലെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നമ്മൾ കുറെ കാലങ്ങളായി പറയുന്നതാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളിലും കൂടോത്രങ്ങളിലൊന്നും വീഴരുത്, അതിനെ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പൈസകൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് പൂജകൾ ചെയ്യാം, ഹോമങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊരു വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ അത് തട്ടിപ്പാണോ അല്ലെങ്കിൽ യഥാർത്ഥമായ കാര്യമാണോ? അതായത് ഏറ്റവും ലാസ്റ്റ് എന്താണ് ചെയ്തത്? കൊന്നു കളഞ്ഞു അയാളെ. ആ മനുഷ്യനെ കൊന്നു. അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അല്ലെങ്കിൽ എത്രയോ 500-ലധികം പവൻ സ്വർണ്ണമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് മാത്രം സ്വർണ്ണമല്ല, ഇദ്ദേഹം എവിടെ നിന്നൊക്കെയോ വാങ്ങി വേണ്ടി കൊടുത്ത സ്വർണ്ണങ്ങളാണ്. അത്രയും പൈസയും പണവുമാണ് അവർ തട്ടിയെടുത്തിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ആരുടെയും വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ സ്വന്തം ജീവൻ പ്രൊട്ടക്റ്റഡ് ആണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തികൾക്ക് മുതിരുക. അത്തരം കാര്യങ്ങളിലേക്ക് ഭ്രമപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുൻപേ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഇതിൽ ഭ്രമിച്ച് വീഴാൻ പോവുകയാണ് എന്ന് സ്വയമേവ ഒരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിക്കാം. ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ചെയ്താലോ അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള 2 ആളോടെങ്കിലും മിനിമം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ അഭിപ്രായമെങ്കിലും കേൾക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ചിന്താഗതി എന്താന്നുള്ളതെങ്കിലും അറിയാൻ പറ്റും ഈ വിഷയത്തിൽ. അപ്പം നമുക്ക് അതിനനുസരിച്ച് കൃത്യമായൊരു നടപടി എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്.